2 വർഷം നീണ്ട ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് അറുതിയാകുന്നു. അമേരിക്കയുടെയും ഖത്തറിന്റെയും സാന്നിധ്യത്തിൽ കെയ്റോയിൽ നടന്ന സമാധാന ചർച്ചയിൽ വെടിനിർത്തൽ നിർദ്ദേശം ഇരു കൂട്ടരും അംഗീകരിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി മറിച്ചു വിറ്റതായി ദേവസ്വം വിജിലൻസിന് തന്നെ വിവരം കിട്ടിയെന്ന വാർത്തകൾ വരുമ്പോൾ ഇന്നലെ നിയമസഭ ഈ വിഷയത്തിൽ അടിച്ചുപിരിഞ്ഞു. 3 പ്രതിപക്ഷ MLA-മാർക്ക് സസ്പെൻഷൻ എത്തുന്നിടം വരെ കയ്യേറ്റമുണ്ടായി. വാച്ച് ആൻഡ് വാർഡിനും പരിക്കേറ്റു. നിയമസഭ ഒറ്റ ദിവസം കൊണ്ട് 11 ബില്ലുകൾ പാസാക്കി ചരിത്രം കുറിച്ചു. 4 ദിവസമായി ശബരിമല സ്വർണ്ണമോഷണത്തിൽ പ്രതിപക്ഷമുയർത്തിയ കനത്ത പ്രതിഷേധത്തിനിടെയാണ് ഈ ബില്ല് പാസാക്കൽ നടന്നത്. ഭിന്നശേഷിക്കാരെ അവഹേളിക്കുന്ന തരത്തിൽ MLA ചിത്തരഞ്ജൻ പരാമർശം നടത്തിയത് വിവാദമായി. മുഖ്യമന്ത്രി പ്രതിപക്ഷ അംഗത്തെ ശാരീരിക നിന്ദ നടത്തിയതിന് പിന്നാലെയാണ് ചിത്തരഞ്ജന്റെയും വർത്തമാനം അതിരുകടന്നുവെന്ന ആരോപണം. സർക്കാരും മന്ത്രിയുമെല്ലാം അറിഞ്ഞാണ് ശബരിമല അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ ആരോപിച്ചു. ഹൈക്കോടതി ഇടപെട്ടില്ലെങ്കിൽ അവിടെ ശേഷിക്കുന്ന സ്വർണം കൂടി ചെമ്പായി മാറിയേനെ എന്ന് വേണുഗോപാൽ പത്തനംതിട്ടയിൽ പറഞ്ഞു. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു കിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. ഹംഗേറിയൻ എഴുത്തുകാരൻ ലാസ്ലോ ക്രാസ്നാഹോർക്കൈക്കിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം പ്രഖ്യാപിച്ചു. 5 നോവലുകൾ എഴുതിയിട്ടുള്ള ഹോർക്കൈക്ക് തിരക്കഥാകൃത്ത് കൂടിയാണ്. സഞ്ജു സാംസണെ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് അംബാസഡറായി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് 12 വേദികളിൽ ഈ മാസം 21 മുതൽ 28 വരെയാണ് സ്കൂൾ ഒളിമ്പിക്സ്. അധ്യാപകരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് UDF അധികാരത്തിൽ വന്നാൽ 3 മാസത്തിനകം പരിഹാരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. അധ്യാപകരുടെ നിയമസഭാ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള വികസനത്തിന് വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചവർ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പിന്തിരിപ്പൻ നയങ്ങൾ കൊണ്ട് കേരളത്തിനുണ്ടായ പരിഹരിക്കാനാവാത്ത നഷ്ടത്തെക്കുറിച്ച് വിശദമായി പഠിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആശാപ്രവർത്തകരുടെ സമരം ഇന്ന് 8 മാസം തികയുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സർക്കാർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് ഇന്ന് ആശാപ്രവർത്തകർ ക്ലിഫ് ഹൗസ് മാർച്ച് പ്രഖ്യാപിച്ചു. കഫ് സിറപ്പ് ദുരന്തത്തിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും മരിച്ച കുട്ടികളുടെ എണ്ണം 21ആയി. ഇതേസമയം ശ്രേസൻ ഫാർമ ഉടമ G രംഗനാഥനെ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. കെൽട്രോണിന്റെ സ്ഥാപക MD-മാരിൽ ഒരാളായ MKK നായർ തിരുവനന്തപുരത്ത് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. എവർഗ്രീൻ മോഹൻലാൽ ഹിറ്റ് തൂവാനത്തുമ്പികൾ സിനിമയുടെ നിർമ്മാതാവ് P സ്റ്റാൻലി തിരുവനന്തപുരത്ത് അന്തരിച്ചു. പത്മരാജൻ സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് പുറമെ മോചനം, തീക്കളി ഇങ്ങനെ നിരവധി സിനിമകൾ സ്റ്റാൻലി നിർമ്മിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒക്ടോബർ 16 മുതൽ നവംബർ 9 വരെ 3 ആഴ്ചത്തെ ഗൾഫ് സന്ദർശനത്തിന് പുറപ്പെടുന്നു. വിദേശയാത്രയ്ക്ക് കേന്ദ്രം അനുമതി നൽകേണ്ടതുണ്ട്. കോവളത്ത് നിർധനയായ സെലീനാബായിയുടെ വീട് കേരള ഗ്രാമീൺ ബാങ്ക് ജപ്തി ചെയ്തു. M വിൻസെന്റ് MLA എത്തി പൂട്ടുപൊളിച്ച് സെലീനാബായിയെ വീട്ടിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രത്തെ അറിയിച്ചുവെന്ന് അല്പം മുമ്പ് മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. മുണ്ടക്കൈ സഹായം ഗ്രാൻഡായി നൽകണമെന്നും പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അമിത്ഷാ ഉൾപ്പെടെ മറ്റ് കേന്ദ്രമന്ത്രിമാരുമായും മുഖ്യമന്ത്രി ചർച്ച നടത്തി. സ്വർണ്ണവില വീണ്ടും ഉയരുന്നു. ഇന്നലെ പവന് 160 രൂപ വർദ്ധിച്ച് 91,040 രൂപയിലെത്തി. ദീപാവലി എത്തുന്നതോടെ വില ഇനിയും ഉയരുമെന്നാണ് സൂചനകൾ. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.